പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ നിർണായകമായ യോഗങ്ങൾ ചേരുകയാണ്. ഡൽഹിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സുരക്ഷാകാര്യ സമിതിയിലെ തീരുമാനങ്ങളായിരിക്കും വിശദീകരിക്കുക. ഇതിനിടെ പാക് നയതന്ത്രജ്ഞനെ കേന്ദ്രം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പ്രതിരോധ, സൈനിക, നാവിക, വ്യോമ ഉപദേഷ്ടാക്കൾ ഒരാഴ്ചക്കുള്ളിൽ രാജ്യം വിടണമെന്നും നിർദ്ദേശം നൽകി. ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ സാഹചര്യം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗവും ഇന്നാണ് നടക്കുന്നത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സംഭവ സ്ഥലത്ത് നിന്ന് എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരിക്കലും ഭാരതം ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ദുരന്തം നടന്ന സ്ഥലത്ത് നിന്നാണ്. അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും അവിടെയുണ്ട്. ഓരോ ഭാരതീയന്റെ മനസ്സിലും മുറിവേറ്റ സ്ഥലമാണ്. ഓരോ ഭാരതീയന്റെ മനസ്സിലും ചോര പടിഞ്ഞ സ്ഥലത്താണ് നന്ദൻ ഇപ്പോൾ നിൽക്കുന്നത്. നിലവിൽ അവിടെ വലിയൊരു ടൂറിസം ഹബ്ബാക്കി മാറ്റിയ സ്ഥലത്ത് ഇന്ന് ഭീകരാക്രമണം കാരണം ഒരു ശവകുടീരം പോലെ അല്ലെങ്കിൽ അത്രത്തോളം മൂകമായി കിടക്കുന്ന ഒരു സ്ഥലമായി അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് നന്ദൻ? കാരണം ചുറ്റുപാടും ജനങ്ങളുണ്ടോ? അവിടെയുള്ള അവസ്ഥ എന്താണ്? ദേവിക, ഞാനിപ്പോൾ നിൽക്കുന്നത് ബൈസൺ വാലിയിലാണ്. അതായത് കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം നടന്ന അതേ സ്ഥലത്താണ്. അവിടേക്ക് പോകുന്ന ബൈസൺ വാലിയിലേക്ക് ഏതാനും ദൂരം കൂടിയുണ്ട്. ആ എക്സാക്ട് സ്ഥലത്തേക്ക് അവിടെ കോമ്പിംഗ് ഓപ്പറേഷൻ നടക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ബൈസൺ വാലിയിലേക്ക് അവിടേക്ക് എത്തേണ്ട ഒരു വഴി വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ വളരെ ചെങ്കുത്തായുള്ള ഒരു കയറ്റം കയറിയാണ് ഈ ബൈസൺ വാലിയിലേക്ക് പോകേണ്ടത്. അങ്ങനെ ബൈസൺ വാലിയിൽ അവിടെ എത്തിപ്പെട്ടത് അവിടെ ഈ വിനോദസഞ്ചാരികൾ അവിടെ എത്തുന്നത് വളരെ നയനമനോഹരമായ കാഴ്ചകൾ കാണാനാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഭാഗങ്ങളിൽ എത്രമാത്രം ഭംഗിയുള്ള കാഴ്ചകളാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ പ്രേക്ഷകർക്ക് വ്യക്തമാകുന്നതാണ്. അങ്ങനെ നയനമനോഹരമായ കാഴ്ചകൾ കാണാൻ ജീവിതം ആസ്വദിക്കാൻ എത്തിയ 26 പേർ, 25 ഭാരതീയരും ഒരു നേപ്പാൾ സ്വദേശിയുമാണ് കഴിഞ്ഞ ദിവസം ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചത്. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 12 പേർക്ക് വളരെ ക്ലോസ്ഡ് ആയിട്ട് വളരെ അടുത്ത് നിന്നും ഉള്ള വെടിയേറ്റാണ് ഇവരുടെ മരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, 2014 ശേഷം ജമ്മു കാശ്മീരിൽ വളരെ സമഗ്രമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വളരെ മാറ്റം കൊണ്ടുവരുവാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടുത്തെ കാശ്മീരി ജനതയുടെ പ്രധാന വരുമാന മാർഗമായി നേരത്തെ തീവ്രവാദത്തെയും ദേശവിരുദ്ധ ശക്തികളെയും ആശ്രയിച്ച് അവരിൽ നിന്നും പണം പറ്റിയിരുന്ന ഒരു ജനത പൂർണ്ണമായും അതിൽ നിന്നുമൊക്കെ വ്യതിചലിച്ച് ദേശീയതയുടെ ഭാഗമായിക്കൊണ്ട് ഈ രാജ്യത്തെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക, ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട സൗകര്യമൊരുക്കി കൊടുക്കുക എന്നതിലേക്ക് വഴിതിരിഞ്ഞു എന്നുള്ളതാണ്. അതിലൂടെ അവർക്ക് ലഭിക്കുന്ന വരുമാനം അത് ചെറിയ വരുമാനമല്ല എന്നുള്ളതാണ്. അങ്ങനെ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന ഒരു കശ്മീരി ജനതയ്ക്ക് മേലാണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടായത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കാശ്മീരിലെ ഇവിടുത്തെ സാധാരണക്കാരുടെ വലിയ വരുമാന സ്രോതസ് തന്നെയാണ് ഇല്ലാതായിരിക്കുന്നത്. ഇവിടുത്തെ തൊഴിലാളികൾ, അതേപോലെ തന്നെ മറ്റ് കടകൾ നടത്തുന്നവർ, വാഹനം വാടകയ്ക്ക് നൽകുന്നവർ, ഇങ്ങനെ നിരവധി ഇതുമായി ബന്ധപ്പെട്ട് ഈ ടൂറിസവും അതുമായി അനുബന്ധമായി നിരവധി തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുണ്ടായിരുന്നു. അവർക്കൊക്കെ കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ ഭീകരാക്രമണം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ഒരു സമയം ഏപ്രിൽ മെയ് മാസം എന്നുള്ളത് ഈ ജമ്മു കാശ്മീരെ സംബന്ധിച്ചിടത്തോളം സീസണാണ്. ഇവിടേക്ക് ടൂറിസ്റ്റുകൾ ധാരാളമായി ഒഴുകിയെത്തുന്നതാണ്. മലയാളികളടക്കം ഇന്നലെയും കാശ്മീരിൽ ശ്രീനഗറിലെ ഈ ഡാൽ തടാക തീരത്തൊക്കെ ധാരാളം മലയാളികളെ കണ്ടു. പലരും അവരുടെ ഷെഡ്യൂൾ വെട്ടിച്ചുരുക്കി അവർ തിരികെ നാട്ടിലേക്ക് മടങ്ങുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഒരാഴ്ചയൊക്കെ കാശ്മീർ സന്ദർശനത്തിന് എത്തിയവർ അവർ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരികെ നാട്ടിലേക്ക് മടങ്ങുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ ടൂറിസം മേഖലയിൽ കനത്ത തിരിച്ചടിയാണ്. അത് യഥാർത്ഥത്തിൽ കാശ്മീർ ജനത മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അവർ ബന്ദ് ആചരിച്ചുകൊണ്ട് ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ഇന്നലെ ഈ കാശ്മീരിലുടനീളം വലിയ പ്രകടനങ്ങൾ നടന്നു. അതേപോലെ തന്നെ മെഴുകുതിരികൾ കത്തിച്ച് ഈ മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടന്നു. സ്ത്രീകൾ, സാധാരണഗതിയിൽ മുസ്ലിം സ്ത്രീകൾ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുന്നത് അപൂർവമായ കാഴ്ചയാണ്. അങ്ങനെ ഇവിടുത്തെ കാശ്മീരിലെ മുസ്ലിം സ്ത്രീകൾ പോലും
തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന അവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കാര്യം അവരുടെ ജീവിതത്തെ, അവരുടെ വരുമാനത്തെ, അവരുടെ അധ്വാനത്തെയൊക്കെ കാര്യമായി ഈ ഭീകരവാദം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന അക്രമം അത് ബാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 26 പേരുടെ മരണത്തിനിടയാക്കിയ കൊടും ഭീകരരെ കണ്ടെത്തുവാൻ വേണ്ടി പ്രത്യേക ടീം രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പെഹൽഗാമിലെ ഈ ബൈസരൻ വാലിയിൽ NIA സ്പെഷ്യൽ ടീം ഇപ്പോഴും ഇവിടെയുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം NIA IG നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനും മറ്റും ഇവിടെ എത്തിയത്. ഇപ്പോഴും CRPF അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും IB ഒക്കെ ഉദ്യോഗസ്ഥരെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള പ്രത്യേക സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. അതിനൊപ്പം തന്നെ ഈ വെടി ഉതിർത്തതിന് ശേഷം ഇത്രയും പേരെ കൊലപ്പെടുത്തിയതിന് ശേഷം കാടിനുള്ളിലേക്ക് മറഞ്ഞ ആ കൊടും ഭീകരരെ കണ്ടെത്താനാകണമെന്നുള്ളതാണ് പ്രധാനമായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി. പ്രത്യേകിച്ച് വലിയ പൈൻ കാടുകളാണ് ഈ മേഖലയിൽ. ആ കാട്ടിനുള്ളിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതേപോലുള്ള ഈ കാട്ടിനുള്ളിൽ നിന്നുമാണ് ഈ ഭീകരവാദികൾ ഓടിയെത്തുന്നത്. ഇതേപോലെ നടന്നു പോകുന്നവരുടെ അടുത്ത് ഇതേപോലുള്ള മല, ചെങ്കുത്തായ മലകൾ ഇറങ്ങി വരുന്നവരുടെ അടുത്ത് നേർക്കാണ് അവർ വരുന്നത്. അവർ വന്ന് ആദ്യം ചോദിക്കുന്നത് അവരുടെ പേരാണ്. ആ പേരിൽ അവരുടെ മതം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരിട്ട് മതം തന്നെ ചോദിക്കുന്നു. ഹിന്ദു ആണെന്ന് മനസ്സിലാക്കിയാൽ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അതായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായത്. ഇത് വലിയ രാജ്യത്ത് മാത്രമല്ല ലോകരാഷ്ട്രങ്ങളാകെ തന്നെ ഇതിനെ അവലംബിച്ച് രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കയും റഷ്യയും അടക്കമുള്ള വൻകിട രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇതിനെ അവലംബിച്ചു രംഗത്തെത്തിയിരുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി കാശ്മീരിനെ സാധാരണഗതിയിലേക്ക് എത്തിക്കുക, ടൂറിസം സാധാരണഗതിയിലേക്ക് ആക്കുക എന്നുള്ളത് സ്വാഭാവികമായും അത് ഏറെ നാൾ വേണ്ടി വരുന്ന ഒരു പ്രക്രിയയായിരിക്കും. പ്രത്യേകിച്ച് ജനങ്ങൾക്കുള്ളിലേക്ക് വലിയൊരു ഭീതി ആഴ്ന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും സുരക്ഷിതമല്ല എന്നുള്ള ഒരു ഭീതി ആഴ്ന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരാഴ്ചയൊക്കെ സന്ദർശനത്തിനെത്തിയവർ അത് മടക്കി, അത് വെട്ടിച്ചുരുക്കി തിരികെ മടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീരിലെ ഒരു അവസ്ഥ സൂചിപ്പിക്കുമ്പോൾ ഇവിടെ ജമ്മു കാശ്മീർ പോലീസും അതേപോലെ തന്നെ CRPF സൈന്യവും ഒപ്പം തന്നെ BSF ഇങ്ങനെ 4 വിഭാഗങ്ങൾ അവർ കൃത്യമായി സുരക്ഷ ഒരുക്കുന്നുണ്ട്. റോഡിൽ പോലും, ഈ മേഖലയിലെ റോഡുകളിൽ പോലും ഓരോ 100 മീറ്റർ ഇടവേളകളിൽ ആയുധധാരികളായ ഇത്തരം സുരക്ഷാ ഭടന്മാർ നിലകൊള്ളുകയാണ്. ഇവിടേക്ക് കടന്നു വരുന്ന വാഹനങ്ങൾ അവർ കൃത്യമായി തന്നെ പരിശോധിക്കുന്നു, ബാഗുകൾ തുറന്ന് പരിശോധിക്കുന്നു. അതിനുശേഷമാണ് ഈ മേഖലയിലേക്ക് കടത്തിവിടുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ബൈസരൻ വാലിയിൽ അത് സാധാരണഗതിയിലേക്ക് ആയിട്ടില്ല. ടൂറിസം സാധാരണഗതിയിലേക്ക് എത്തിയിട്ടില്ല. ഇവിടേക്ക് ടൂറിസ്റ്റുകളെ കടത്തിവിടുന്നിട്ടില്ല. ഇപ്പോഴും ഇവിടെ വലിയ റെസ്ട്രിക്ഷൻ നടക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ബൈസരൻ വാലിയിൽ ഇപ്പോൾ കോമ്പിംഗ് ഓപ്പറേഷൻ നടക്കുകയാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുവാനോ അല്ലെങ്കിൽ അത് പകർത്തി കാണിക്കുവാനോ കഴിയില്ല. അത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന കുന്നിനപ്പുറത്ത് ആണ് ആ ബൈസരൻ വാലി എന്നുള്ള യഥാർത്ഥ കൊല നടന്ന പ്രദേശം. ഇങ്ങനെ അവിടെ നിന്നും ഇങ്ങനെ വഴിയിറങ്ങി വരുന്നവർക്കായിരുന്നു ഈ അക്രമം ഉണ്ടായത് എന്നുള്ളതും ആണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷ കർശനമാക്കിയതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം 3:30 ഒമർ അബ്ദുള്ള സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ട്. ഇതിനെ അപലപിക്കുക എന്നതിനപ്പുറത്തേക്ക് നിലവിൽ കാശ്മീരിൽ ഇത്തരം ഭീതി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് പൂർണ്ണമായും ഒഴിവാക്കി വീണ്ടും ടൂറിസം സജ്ജമാക്കുക, ഒപ്പം തന്നെ ഇപ്പോൾ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ആ ഭീതി അകറ്റുവാൻ വേണ്ടി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി കർമ്മരംഗത്തേക്ക് ഇറങ്ങണമെന്നുള്ളതായിരിക്കും സ്വാഭാവികമായും ഒമർ അബ്ദുള്ള മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു നിർദ്ദേശം. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഈ ഭീകരവാദത്തെ പൂർണ്ണമായും ചെറുക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു സ്റ്റാൻഡ് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ജമ്മു കാശ്മീർ ഭരണകൂടമൊക്കെ തന്നെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആർട്ടിക്കിൾ 370 അടക്കം റദ്ദാക്കിയ സംഭവം, അതിനൊപ്പം തന്നെ പൂർണ്ണമായും ഭാരതം മുഴുവൻ ഇത്തരത്തിൽ ദേശീയതയുടെ അലയൊലികൾ മുഴങ്ങുമ്പോൾ ജമ്മു കാശ്മീരിൽ മാത്രമായി എങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഇപ്പോൾ ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്. സ്വാഭാവികമായും ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ അതുതന്നെയാകും, അല്ലെങ്കിൽ ഈ ടൂറിസം വീണ്ടും പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഭീതി അകറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാകും ഈ സർവകക്ഷി യോഗം ചേരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും കനത്ത ഭീതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഭാരതം നടത്തിയ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാന് കൃത്യമായി കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.
ദേവി. ശരി, ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, ഇന്ന് ഡൽഹിയിൽ വളരെ പ്രധാനപ്പെട്ട യോഗം ചേരുകയാണ്. സർവകക്ഷി യോഗമാണ് ചേരുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ ഭീകരാക്രമണം നടത്തിയവർ മാത്രമല്ല, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെ ആയാലും അവർക്കെതിരെ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കനത്ത തിരിച്ചടി തന്നെ പാകിസ്ഥാനെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന് അതിശക്തമായിട്ടുള്ള ഭാഷയിലുള്ള തിരിച്ചടി അത് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഒപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ നിലവിൽ ഭരണ നേതൃത്വം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിന് രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സർവകക്ഷി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ വിശദീകരിക്കും. അതിൽ പാകിസ്ഥാന് നയതന്ത്ര തലത്തിൽ മറുപടി നൽകുന്നതോടൊപ്പം പഹൽഗാമിൽ വീണിട്ടുള്ള ചോരയ്ക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകാനുള്ള തീരുമാനവും ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള സുരക്ഷാകാര്യ സമിതിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുന്ന, ഭീകരവാദത്തിന് പണവും തോക്കും ആയുധവും പണവും നൽകുന്ന പാകിസ്ഥാനെതിരെ കർശനമായ നടപടി ഇതിനോടകം തന്നെ ഭാരതം ആരംഭിച്ചിട്ടുണ്ട്. പാക് പൗരന്മാരോട് 48 മണിക്കൂറിനകം രാജ്യം വിട്ടു പോകാനാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ന്യൂഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരോടും സൈനിക ഉപദേഷ്ടാക്കളോടും ഉടൻ തന്നെ രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ പുറത്താക്കിയിട്ടുണ്ട്. ഇക്കാര്യം ഹൈക്കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിപ്പിച്ചു വരുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഭാരതം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു, മരവിപ്പിക്കുന്നു. കഴിഞ്ഞ 65 വർഷത്തിലധികമായി തുടരുന്ന ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോൾ പോലും ഒഴിവാക്കാതിരുന്ന കരാറാണ് ഇപ്പോൾ മോദി സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ പ്രതിരോധം ഏർപ്പെടുത്തുകയും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ലോകവേദികളിൽ ഐക്യരാഷ്ട്രസഭയിലും പാകിസ്ഥാൻ ഭീകരവാദത്തിന് മറ്റൊരു രാജ്യത്തേക്ക് അതിക്രമിച്ചു കയറിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ജീവൻ എടുത്തുകൊണ്ട് നടത്തുന്ന ഭീകരവാദത്തിന് പിന്തുണയും ആയുധവും നൽകുന്നത് പാകിസ്ഥാനാണ് എന്ന വസ്തുത ഒരിക്കൽ കൂടി തുറന്നു കാട്ടാൻ ഭാരതം ഒരുങ്ങുന്നു. അതിന് പിറകെ സൈനിക തലത്തിലും ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കര, വ്യോമ, നാവിക സേനയോട് എന്തിനും തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം ചേർന്ന സുരക്ഷാകാര്യ സമിതിയിൽ തന്നെ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയതും ഗൂഢാലോചന നടത്തിയതും ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകളാണ്, പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളാണ്. അവർ ജമ്മു കാശ്മീർ സ്വദേശികളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടും ഒപ്പം ജമ്മു കാശ്മീരിൽ നിന്നുള്ള 2 പേരും പാകിസ്ഥാനിൽ നിന്നുള്ള 5 പേരും ചേർന്നുകൊണ്ടാണ് ഈ ഭീകരാക്രമണം ഗ്രൗണ്ട് ലെവലിൽ നടപ്പാക്കിയിട്ടുള്ളത്. അതിന് അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിൽ ആയുധ പരിശീലനം നടന്നു, ഗൂഢാലോചന നടന്നു എന്നുള്ളത് വളരെ കൃത്യമായി രാജ്യത്തെ ഏജൻസികൾ ഇതിനോടകം ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതും രാജ്യത്ത് സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തിക്കൊണ്ട് അവരെ ഭയപ്പെടുത്തുകയും മതത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമവുമാണ് ഭീകര ശക്തികൾ നടത്തിയത്. അതിന്റെ ഭാഗമായി മതം ചോദിച്ചുകൊണ്ട് ആളുകളുടെ നെറ്റിയിലേക്കും നെഞ്ചിലേക്കും ഇടനെഞ്ചിലേക്കും വെടിയുതിർത്തത്. ഇത്തരത്തിൽ ഭാരതത്തിലെ ജനങ്ങൾ ഈ മതത്തിന്റെ പേരിൽ ഒരു കലാപത്തിലേക്കോ അക്രമത്തിലേക്കോ സംഘർഷത്തിലേക്കോ കടക്കണമെന്ന വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ മതം ചോദിച്ചുകൊണ്ടുള്ള ഭീകരാക്രമണം നടത്തിയത്. പക്ഷേ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച് പഹൽഗാമിൽ വീണത് നമ്മുടെ പൗരന്മാരുടെ ചോരയാണ്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതിന്, അത് സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും മറുപടി നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ ഇതിലെ പരിശോധിക്കുമ്പോൾ ആദ്യം ഈ ഭീകരാക്രമണം നടന്നയുടൻ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിലേക്ക് പോയത്. അവിടെ ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേരുന്നു. പഹൽഗാമിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു, സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നു. പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്ര റദ്ദാക്കിക്കൊണ്ട് വിമാനത്താവളത്തിൽ എത്തിയ ഉടൻ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യോഗം ചേരുന്നു. അതിന് പിറകെ സുരക്ഷാ കാര്യ സമിതിയുടെ യോഗം, അതായത് ആഭ്യന്തര സുരക്ഷ, പ്രതിരോധം, കൗണ്ടർ ടെററിസം എന്നീ വിഷയങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ അധികാരമുള്ള സുരക്ഷാ സമിതിയാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് 2.5 മണിക്കൂർ നീണ്ടുന്ന യോഗം ചേർന്നിട്ടുള്ളത്. അതിൽ നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പഹൽഗാമിൽ നമ്മുടെ സഹോദരന്മാരുടെ വീണ ചോരയ്ക്ക് മറുപടി നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തീരുമാനങ്ങളും അന്തിമമായി കൈക്കൊണ്ടത് ആ യോഗത്തിലാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൽ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ മാത്രമാണ്
ഇപ്പോൾ പൊതുമധ്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പാക് പൗരന്മാരോട് 48 മണിക്കൂറിനകം രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വാഘ അട്ടാരി ബോർഡർ അടച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചെക്ക് പോസ്റ്റ്, ആളുകൾ സഞ്ചരിക്കുന്ന ഇത്തരത്തിൽ ചരക്ക് കൈമാറ്റം ഉൾപ്പെടെ നടക്കുന്ന വാഘ അട്ടാരി ബോർഡർ അടച്ചിട്ടുണ്ട്. അവിടെ രേഖാമൂലം അതിർത്തി കടന്നിട്ടുള്ളവരോട് ഉടൻ തന്നെ ഇരു രാജ്യങ്ങളിലേക്കും തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ അത് സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കി അവരോട് ഒരാഴ്ചയ്ക്കകം തന്നെ തിരിച്ചു പോകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സിന്ധു നദീജല കരാർ റദ്ദാക്കി. അത്തരത്തിൽ വളരെ കൃത്യമായ നടപടികൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം പാകിസ്ഥാൻ ഇന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ കൗൺസിൽ യോഗം ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം തീർത്തും പ്രതിരോധത്തിലായ അവസ്ഥയിലാണ് പാകിസ്ഥാനുള്ളത്. കഴിഞ്ഞൊരു പതിറ്റാണ്ടുകൾ പരിശോധിക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഭീകരവാദത്തിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണയും സഹായവും നൽകിയിട്ടുള്ളത്. സാമ്പത്തികമായി തകർന്നടിയുമ്പോഴും ഭാരതത്തിന്റെ അതിർത്തിയിലേക്ക് ഭീകരവാദത്തിന് പണം നൽകുന്നതിനും അതിന് ആശയപരമായി പിന്തുണ നൽകുന്നതിനും പാകിസ്ഥാൻ കൂട്ടുനിൽക്കുന്നു എന്ന വസ്തുത നേരത്തെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ വേദികളിൽ ഉൾപ്പെടെ ഭാരതം എത്തിച്ചതാണ്. ഇപ്പോഴും അത് തുടരുന്ന പാകിസ്ഥാൻ നിലവിൽ ഭാരതം സ്വീകരിക്കുന്ന നടപടികളിൽ തീർത്തും പ്രതിരോധത്തിലാവുമ്പോഴാണ് സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം അത്രയധികം ഭീതി പാകിസ്ഥാനുണ്ട്. കാരണം ഭാരതത്തിൽ നടന്നിട്ടുള്ള സാധാരണക്കാർക്ക് നേരെ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഭാരതം മുഴുവനായി രാജ്യം ഒന്നടങ്കം കൈക്കൊണ്ടിട്ടുള്ളത്, അതിനെടുത്തിട്ടുള്ളത് എന്ന മനസ്സിലാക്കൽ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളത് പാകിസ്ഥാൻ ആലോചിക്കുകയാണ്. അതിന്റെ ഭാഗമായൊരു സുരക്ഷാ കൗൺസിൽ യോഗം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് സർവകക്ഷി യോഗം. ശരി ജിഷ്ണു.